സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈ ഫുട്ബോളിൽ ഗെയിം പ്ലേ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ് ഈ വീഡിയോ. പിന്നെ ഈ വീഡിയോ കൂടുതലായിട്ടും യൂസ്ഫുൾ ആവുക ബിഗിനേഴ്സിനാണ്, അല്ലാത്തവർക്കും ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ വരുന്ന എല്ലാ വീഡിയോസും ഈ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫുട്ബോൾ കളിക്കുന്ന ഒരു യൂസറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് എന്തായാലും വരും. അപ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തായാലും കൂടുതലായിട്ട് വിളിച്ച് നിട്ടുന്നില്ല, നമുക്ക് നേരെ ഏതൊക്കെയാണ് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് അഥവാ ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ കാര്യങ്ങളായിട്ട് നമുക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്സ് നോക്കാം. അതിൻ്റെ മുമ്പേ നമ്മുടെ സ്മാർട്ട് അസിസ്റ്റൻ്റ് താഴെ ഒരു കൺട്രോൾ ടൈപ്പ് ഉണ്ട്. ഇത് നമ്മുടെ ഓൾഡ് യൂസേഴ്സിന് അറിയാം, ബട്ട് ന്യൂ യൂസേഴ്സിന് അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. നമ്മുടെ ഈ ഫുട്ബോളിൽ 2 തരം കൺട്രോൾ ടൈപ്പ് ഉണ്ട്. അതാണ് ഈ 2 കൺട്രോൾ ടൈപ്പ്, ടച്ച് ആൻഡ് ഫ്ലിക്കും അതുപോലെ തന്നെ വിർച്വൽ പാഡും. ഇതിലിപ്പോൾ ഞാൻ യൂസ് ആക്കുന്നത് ടച്ച് ആൻഡ് ഫ്ലിക്കാണ്, ബട്ട് ഓൾമോസ്റ്റ് ഒരു 75% ആളുകൾ യൂസ് ചെയ്യുന്നതും വിർച്വൽ പാഡാണ്. അതിപ്പോൾ രണ്ടും കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് വിർച്വൽ പാഡ് വെച്ച് തന്നെ പറയാം. വിർച്വൽ പാഡ് ആകുമ്പോൾ ജസ്റ്റ് 4 ബട്ടൺ ഉണ്ടാകും. നമ്മൾ കറക്റ്റ് ടൈം ടാപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ ടച്ച് ആൻഡ് ഫ്ലിക്ക് ആണെങ്കിൽ ജസ്റ്റ് അതിൻ്റേതായ രീതിക്ക്, അഥവാ ഈ 4 ബട്ടൺസ് ഉണ്ടാവില്ല. നമുക്ക് പാസ് ആണെങ്കിൽ ജസ്റ്റ് തോണ്ടുക, മീൻസ് വരയ്ക്കുക. ഷൂട്ടാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ടച്ച് ചെയ്യുക, അങ്ങനെ. അപ്പോൾ മെയിനായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ സ്വിച്ച് ഉണ്ടാവില്ല. ആ ഭാഗം നമുക്ക് പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ഗെയിം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അഥവാ ആ ഭാഗം ഫ്രീ ആയിരിക്കും എന്നാണ് അർത്ഥം. പിന്നെ നെക്സ്റ്റിലാണ് നമ്മുടെ സ്റ്റിക്ക് ആൻഡ് ടൈപ്പ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ യൂസ് മീൻസ് ഇതാണ് നമ്മുടെ ജോയ്സ്റ്റിക്ക് വരുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഫിക്സ്ഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോയ്സ്റ്റിക്ക് കറക്റ്റ് ഒരു സ്ഥലത്ത് ഫിക്സ് ആവും. നമ്മൾ കറക്റ്റ് അതിന്മേ തന്നെ ടച്ച് ചെയ്താൽ മാത്രമാണ് അത് വർക്ക് ആവുക. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നോക്കി ചെയ്യണം. ബട്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെറ്ററാണ്. പിന്നെ മൂവബിളാകുമ്പോൾ ജസ്റ്റ് ജോയ്സ്റ്റിക്ക് കാണും, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അത് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ ഫിക്സ്ഡ് ആണല്ലോ, ഇത് നമുക്ക് എങ്ങോട്ട് മുകളിലായിട്ടോ സൈഡിലേക്കൊക്കെ നമുക്ക് മൂവ് ആക്കാൻ പറ്റും. അപ്പോൾ പാഡ് വർക്കാവും, അഥവാ ജോയ്സ്റ്റിക്ക് വർക്കാവും. പിന്നെ ഈ ഓഫ്, ഈ മൂവബിളും ഈ ഓഫും ഏകദേശം സെയിം ആണ്. ഈ ഓഫിൽ സ്ട്രൈക്കർ കാണുക, അഥവാ ജോയ്സ്റ്റിക്ക് കാണൂല. ഈ മൂവിൽ ജോയ്സ്റ്റിക്ക് കാണും. അതാണ് ഇതിലെ പ്രത്യേകത. ഞാനെപ്പോഴും ഓഫാണ് ഇട്ടേക്കാറ്, മീൻസ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട്. ഗായ്സ്, ഇപ്പോൾ അടുത്തത് ഈ മൂവ്മെൻറ്റ് ഇൻപുട്ട് റേഞ്ച് ആണ്. ഇത് ഞാൻ കറക്റ്റ് പറയാം. നമ്മുടെ ജോയ്സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ ജോയ്സ്റ്റിക്കിൻ്റെ ഉള്ളിലത്തെ ഗ്യാപ്പ്, ഇപ്പോൾ ഈ ഫസ്റ്റത്തെ ആണെങ്കിൽ കുറച്ച് ഗ്യാപ്പാണ്. ഇത് കളിക്കാൻ ഭയങ്കര പാടാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്നെങ്കിൽ മീഡിയം അല്ലെങ്കിൽ വൈഡ്. മീഡിയം ആകുമ്പോൾ നമുക്കൊരു ആവറേജ് ജോയ്സ്റ്റിക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ബട്ടൺ വരും ജോയ്സ്റ്റിക്കിൻ്റെ ഉള്ളിൽ. അത് ജസ്റ്റ് അതിൻ്റെ വിടുത്താണ് ഇവർ പറയുന്നത്. അപ്പോൾ മീഡിയം ആകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് കളിക്കാൻ വേണ്ടി പറ്റും. വൈഡ് ആകുമ്പോൾ നല്ല രീതിക്ക് വൈഡ് ആവും. അപ്പോൾ ഏറ്റവും ബെറ്റർ മീഡിയം ആണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിക്കാം. ഗായ്സ്, ഇപ്പോൾ അടുത്തതാണ് കമാൻഡ് ടൈപ്പ്. ഇതിലിപ്പോൾ കൂടുതലായിട്ട് പറയാനില്ല, മറ്റേ ഏകദേശം സ്മാർട്ട് അസിസ്റ്റ് ഇല്ല, ആ സെയിം തന്നെയാണ്. അഡ്വാൻസ് കളി അതാകുമ്പോൾ നല്ല പക്ക കൊനാമി സ്ക്രിപ്റ്റ് രൂപത്തിൽ നമുക്ക് കളിപ്പിച്ച് തരും. അഥവാ ടഫിലെ മാച്ചൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആവും. നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ മെയിനായിട്ട് ഇതിൽ മീൻസ് നിങ്ങൾക്ക് പ്ലെയറെ കാണണമെങ്കിൽ ജസ്റ്റ് പ്ലെയർ നെയിം, ആക്ഷൻ ആണെങ്കിൽ ആ സെറ്റപ്പ്. പിന്നെ ഇതിലിപ്പോൾ നെക്സ്റ്റ് പ്ലെയർ ഇൻഡിക്കേറ്റർ, ആ സെറ്റപ്പ്. അങ്ങനെ പുതിയ പ്ലെയർ ഇറങ്ങുന്നുണ്ടെങ്കിൽ സബിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണിക്കും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാണ്ട് ചെയ്യാനുള്ളതുള്ളൂ, പക്ഷെ പറയുന്നില്ല. പിന്നെ പ്ലേയേഴ്സിൻ്റെ നെയിം കാണിക്കണമെങ്കിൽ അത്, സ്റ്റാമിന കാണിക്കണമെങ്കിൽ അത്, ജസ്റ്റ് അത്രേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ കഴിച്ചപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1 വീഡിയോ. ജസ്റ്റ് ഗെയിം പ്ലേത്തെ സെറ്റിങ്സ് ഓൺലി. നെക്സ്റ്റ് നമ്മൾ ഡിഫെൻസിങ്ങും അതുപോലെ തന്നെ പാസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ്, മീൻസ് ഗ്യാപ്പ് കണ്ടെത്തിയിട്ട് പാസ് ചെയ്യാനും, പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ സ്പേസ് കണ്ടെത്തി പ്ലേസിനെ എങ്ങനെ റൺ ചെയ്യിക്കുക, അങ്ങനത്തെ കുറച്ച് ടിപ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടും ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇതൊരു സംഭവം ബേസിക് വീഡിയോ ആണ്, ബട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ തൊട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അത് രീതിയിലാണ് ഈ പാർട്ട് 1 അപ്ലോഡ് ചെയ്തത്. നെക്സ്റ്റ് കുറച്ച് നല്ല രീതിക്ക് നിങ്ങൾക്ക് അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നോക്കണം. ബൈ, സൈനിങ് ഔട്ട്.